ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ഊട്ടിയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് കോയമ്പത്തൂർ പോയി സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് ഊട്ടിയിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ലോങ് ഡ്രൈവാണ്. അങ്കു അത്യാവശ്യം നല്ല ടയേർഡാവും. എല്ലാം ആലോചിച്ചിട്ടാണ് കോയമ്പത്തൂർ പോയി സ്റ്റേ ചെയ്തിട്ട് ഊട്ടിയിലോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ തെങ്കാശിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം പുളിയംകുടി എത്തി. ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോയി വാസുദേവ നെല്ലൂർ എത്തിയപ്പം ഒരു ഹോട്ടൽ കണ്ടായിരുന്നു. പൊൻ പാണ്ഡ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ. പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. അങ്കുവിൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്തില്ലായിരുന്നു. അത് എടുക്കാനായിട്ട് ഞാൻ വീണ്ടും പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്തത് വന്നു. ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്തത്. ചേട്ടൻ ഗീ റോസ്റ്റും. അങ്കു രണ്ടുപേരടുത്തുനിന്നും കഴിച്ചിട്ടിരിക്കുവാണ്. അവന് ഞാൻ വീട്ടിൽ നിന്ന് ഇഡ്ഡലി കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ട് അവനായിട്ട് ഒന്നും ഓർഡർ ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശ്രീവല്ലിപുത്തൂരെത്തി. ഇവിടെ പാൽഗോവയാണ് ഫേമസ്. നിറയെ കടകളുണ്ട്. അങ്ങനെ ഞങ്ങൾ പാൽഗോവ മേടിക്കാനായിട്ട് ഒരു കടയിൽ കയറി. വലിയ മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെറിയൊരു പാക്കറ്റാണ് മേടിച്ചത് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ഫ്രഷായിട്ട് പാൽഗോവ കിട്ടും. ലൂസായിട്ടിരിക്കും. നമ്മൾ ഇവിടെയൊക്കെ നല്ല കട്ടിയായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ അവരെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഫ്രഷായിട്ട് നല്ല ലൂസായിട്ടാണ് കിട്ടുന്നത്. അങ്കുവിന് ലൈറ്റായിട്ട് വിശന്ന് തുടങ്ങി. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇഡ്ഡലി കൊടുത്തായിരുന്നു. കൊടുത്തിട്ട് പിന്നെ വീണ്ടും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. മധുര ബൈപ്പാസിൽ നിന്ന് നേരെ ഉസ്ലാംപട്ടി റോഡ് ടേണിങ് കയറി. ഷോർട്ട് കട്ട് റൂട്ടെന്നും പറഞ്ഞ് കയറിയതാണ്. പക്ഷേ സ്പീഡ് ബ്രേക്കറൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെയിം ടൈം തന്നെ എടുത്തു. ഉച്ചയായി. പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടാൽ കഴിക്കാമെന്ന് പറഞ്ഞ് നോക്കിയാണ് പോകുന്നത്. അങ്കുവിനും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടൽസ് ഒന്നും അധികം കണ്ടില്ലായിരുന്നു. നോക്കി കുറേ ടൈം എടുത്തു ഓരോ ഹോട്ടൽ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ ധാരാപുരം എത്തിയപ്പം ഒരു ഹോട്ടൽ കണ്ടായിരുന്നു. നല്ലമ്മാൾ ഗ്രാമീയ വിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ. അവിടെ വെജും ഉണ്ടായിരുന്നു, നോൺ വെജും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കയറി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അങ്കുവിന് പ്ലെയിൻ റൈസും അതിൻ്റെ കൂടെ രസവും ഒരു കുറുമ കറി പോലെ കിട്ടിയായിരുന്നു. അങ്കുവിന് രസം വെച്ചിട്ടാണ് ഞാൻ ചോറ് കൊടുത്തത്.
ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അത് അങ്കു കണ്ടിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ചൂണ്ടി കാണിച്ചിട്ടേയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് ഫുഡൊക്കെ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു അവനെ. പിന്നെ അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതെന്തോന്ന്? ഞങ്ങൾ ഏകദേശം കോയമ്പത്തൂർ റീച്ച് ആവാറായി. കോയമ്പത്തൂരെത്തി. ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടൽ നോക്കി പൊക്കോണ്ടിരിക്കുവാണ്. അങ്ങനെ ഹോട്ടൽ കണ്ടുപിടിച്ചു. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ, SPS ഗ്രാൻഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ. പിന്നെ അവിടെ പോയി ചെക്കിനൊക്കെ ചെയ്തു. വെയിറ്റ് നോക്ക്. ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. നല്ല ടയേർഡായി. പുറത്തോട്ടൊക്കെ പോകണമെന്നാണ് കരുതിയത്, പക്ഷെ ഒരിടത്തും പോകുന്നില്ല. റൂമിൽ തന്നെ സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്കു നല്ല ടയേർഡാണ്. കോയമ്പത്തൂർ 5 മണിക്ക് എത്തുമെന്നൊക്കെ വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ എത്തിയപ്പം 7:30 ആയി. അവന് ഫുഡൊക്കെ കൊടുത്തും പതുക്കെയൊക്കെയാണ് വന്നത്. അങ്ങനെ നല്ല ലേറ്റായിരുന്നു. പിന്നെ എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് കറങ്ങാം, സിറ്റിയിലൊക്കെ കുറച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ ടയേർഡ് കാരണം റൂമിൽ തന്നെ സ്റ്റേ ചെയ്തു. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. See you guys in next vlog. Bye.